ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാനും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ സഹായിക്കും. അപ്പോൾ അറിയാവുന്നവർ കൂടെ തന്നെ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ സബ്സ്റ്റൻസിന് ഉദാഹരണം ഏതാണ് എന്ന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്: എയർ, വാട്ടർ, മിൽക്ക്, സോയിൽ. അപ്പം നമുക്ക് അറിയാം എയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ എയറിലെ കമ്പോണൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറാണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ടറാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സ്ചർ? അപ്പോൾ ഏതാണ് മിക്സ്ചർ എന്ന് എല്ലാവർക്കും അറിയാം. 1 or more കോമ്പോണൻസ് മിക്സ് ആയിട്ടുള്ള മിക്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഓക്സിജൻ തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, സോൾട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോൾട്ട് സൊല്യൂഷൻ ആണ് എന്ത് മിക്സ്ചറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഒക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നെക്സ്റ്റ്: ബ്രാസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്, ഹെട്രോജീനിയസ് മിക്സ്ചർ, ഹോമോജീനിയസ് മിക്സ്ചർ, എലമെന്റ്. കറക്റ്റ് ആൻസർ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇനി അടുത്തത്: വിച്ച് മിക്സ്ചർ ഹാസ് കമ്പോണൻസ് ദാറ്റ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്? ഏതാണ്? സോൾട്ട് സൊല്യൂഷൻ ആണ്, എയർ സൊല്യൂഷൻ ആണ്, സോയിലാണ്, ഷുഗർ സൊല്യൂഷൻ ആണോ? അപ്പോൾ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയിലാണ് ആൻസർ പറയാം. ഓക്കെ, വിച്ച് മെത്തേഡ് സെപ്പറേറ്റ്സ് ഇൻസോല്യൂബിൾ സോളിഡ്സ് ഫ്രം ലിക്വിഡ്? ഇൻസോല്യൂബിൾ സോളിഡ്സിനെ നമ്മൾ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, ഡിസ്റ്റിലേഷൻ, കണ്ടൻസേഷൻ. അപ്പോൾ ഇൻസോല്യൂബിൾ സോളിഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ചായപ്പൊടി. ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കുന്നത്. ചായപ്പൊടി എന്ന് പറയുന്നത് ഒരു സോളിഡാണ്, അത് ഇൻസോല്യൂബിൾ ആണ്, അതൊരിക്കലും അതിൽ സോൾവായി പോവില്ല. ചായ എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. അപ്പോൾ വിച്ച് മെത്തേഡ് സെപ്പറേറ്റ്സ് ഇൻസോൾയൂബിൾ സോളിഡ് ഫ്രം ലിക്വിഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഫിൽട്രേഷൻ ആണ്. നമ്മൾ ഇവാപ്പറേഷനൊക്കെ മെത്തേഡ് വേറെ പഠിച്ചു. നമ്മൾ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് എയർ? എയറിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഒക്കെ എയറിലുണ്ട്. പക്ഷേ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നൈട്രജൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ? ഇതിൽ ഏതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, അവിടെ വേറെ വേറെ രുചിയായിരിക്കും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ രുചിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഹെട്രോജീനിയസ് അല്ല, ഹോമോജീനിയസ് ആണ്. ഷുഗർ സൊല്യൂഷൻ ഹോമോജീനിയസ് ആണ്. ഫ്രൂട്ട് സാലഡ് ആണ് ഇതിൽ ഹെട്രോജീനിയസ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഫ്രൂട്ട് സാലഡ്. ഹൗ ക്യാൻ സാൾട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം വാട്ടർ? വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് സാൾട്ട്, ഉപ്പ് വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് സാൾട്ട് സെപ്പറേറ്റ് ചെയ്യാം? ഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഡിക്കാൻറ്റേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവാപ്പറേഷൻ ആണ്. ഇനി അടുത്ത: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലമെന്റ്? എലമെന്റ് ആണ് ഇതിലേതാന്ന്? വാട്ടർ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സാൾട്ട് സൊല്യൂഷൻ ആണോ? ഇതിൽ ഓക്സിജൻ ആണ് എലമെന്റ്. വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണും ഓക്സിജനും ചേർന്നതാണ്. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ടും വാട്ടറും ചേർന്നതാണ്. ഓക്സിജൻ ആണ് ഇതിലൊരു എലമെന്റ്. ഓക്കെ, ഒക്കെ ദ പ്രോസസ് ഓഫ് റിമൂവിങ് സോളിഡ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം വാട്ടർ ഈസ് കോൾഡ്. അപ്പോൾ സോളിഡ് ഇമ്പ്യൂരിറ്റീസ് വാട്ടറിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന്, ആ സെപ്പറേഷൻ മെത്തേഡിന് നമ്മൾ പറയുന്ന പേര് ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഇവാപ്പറേഷൻ, ഡിസ്റ്റിലേഷൻ. കറക്റ്റ് ആൻസർ എന്താണ്? ഫിൽട്രേഷൻ. എ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് ഓൾസോ കോൾഡ് സൊല്യൂഷൻ, കോമ്പൗണ്ട്, എലമെൻറ്റ്, ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിനെ നമുക്ക് വേറെ ഒരു പേര് വിളിക്കാം. എന്താണ്? സൊല്യൂഷൻ എന്നും വിളിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്യുവർ സബ്സ്റ്റൻസ്? ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് അല്ലാത്തത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ, കോപ്പർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്. കറക്റ്റ് ആൻസർ എയർ ആണ്. എയർ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്യാസസ് ഉള്ളതാണ് എയർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്? മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതിന് പറയുന്ന പേര് ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഇവാപ്പറേഷൻ.
അപ്പോൾ കറക്റ്റ് ആൻസർ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇവാപ്രേഷൻ നമുക്കറിയാം സാൾട്ട് ഫ്രം സാൾട്ട് വാട്ടർ ആണ്. ഫിൽട്രേഷൻ നമുക്കറിയാം ടീ ഡസ്റ്റ് ഫ്രം ടീ ആണ്. ഓക്കെ, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് മഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഗോൾഡ് ഓർണമെന്റ്സ് ആർ എക്സാമ്പിൾ ഓഫ്. ഗോൾഡ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത് അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ, മിക്സ്ചർ ആണോ, കോമ്പൗണ്ട് ആണോ, എലമെന്റ് ആണോ? മിക്സ്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ? ഇതിൽ ഏതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന്? സുഗർ സൊല്യൂഷൻ, സോയിൽ, സോൾട്ട് സൊല്യൂഷൻ, ബ്രാസ്. കറക്റ്റ് ആൻസർ എന്താണ്? സോയിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയ്ഡ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം? ഒരൊറ്റ ടൈപ്പ് ആറ്റം ഉള്ള ഏതാണ് ഇതിൽ? ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, സാൾട്ട് ആണ്, എയർ ആണോ? സിമ്പിൾ ആണ്, ഓക്സിജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും അടങ്ങിയിട്ടാണ്. സാൾട്ട് എന്ന് പറയുന്നത് സാൾട്ടിൽ ഒരുപാട് കോമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്, എയറിലും ഒരുപാട് കോമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട്? ഓക്കെ, കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അയൺ. കറക്റ്റ് ആൻസർ ആണ് കാർബൺ ആണ്. ഇനി സാൻഡ് ആൻഡ് വാട്ടർ ഫോം വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ? ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, സൊല്യൂഷൻസ്, കോമ്പൗണ്ട്. സാൻഡും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹെട്രോജീനിയസ് ആണ്. സാൾട്ട് ആൻഡ് വാട്ടർ ഫ്രം വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ? സാൾട്ടും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഓഫ് മിക്സ്ചർ ആണ്? ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, കോമ്പൗണ്ട്, എലമെന്റ്. ദറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഹോമോജീനിയസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Atoms combine to form molecules. Molecules combine to form atoms. Atoms can form mixtures directly. Molecules cannot be common. Correct answer, atoms combine to form molecules. Atoms ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. എയർ കണ്ടെയ്ൻസ് എന്താണ്? എയറിലുള്ള ഓൺലി ഓക്സിജൻ, ഓക്സിജൻ, നൈട്രജൻ, ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ്, ഓൺലി ഹൈഡ്രജൻ. അപ്പോൾ ഇതിൽ ഏകദേശം ഓപ്ഷൻ ശരിയായി വരുന്നത് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആണ്. ഓക്കെ, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗത്തിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗം 5 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജ് വൈസ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സയൻസ് ഡയറിയിൽ എഴുതേണ്ട കുറിപ്പുകളും അതേപോലെ തന്നെ ടേബിളൊക്കെ ഫില്ല് ചെയ്തിട്ട് മുഴുവൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.